ഇനി പലരുടെയും സമയം ശരിയാക്കിയ ഒരാളുടെ അടുത്തേക്കാണ് പോകുന്നത്. സമയം ശരിയാക്കുക എന്നത് കേൾക്കുമ്പോൾ സംശയമുണ്ടാകും. 26 വർഷമായി ഷീബ വാച്ച് നന്നാക്കി മറ്റുള്ളവർക്ക് കൃത്യസമയം കാണിച്ചു കൊടുക്കുന്നു. കൊയിലാണ്ടിയിലെ ഷീബ ചേച്ചിയുടെ വിശേഷങ്ങളിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടറുടെ അടുത്ത യാത്ര. സ്ത്രീകൾ അധികം ഇല്ലാത്ത മേഖലയിൽ കഴിവ് തെളിയിച്ച കൊയിലാണ്ടിയിലെ ഷീബയുടെ വിശേഷങ്ങൾ കാണാം. എൻ്റെ വാച്ചിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ഇതൊന്ന് നന്നാക്കണം. കൊയിലാണ്ടി വരെയാണ് ഈ വാച്ച് നന്നാക്കാൻ വേണ്ടി പോകുന്നത്. ആ കടയിൽ ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിനെയാണ് റൈഡിംഗ് റിപ്പോർട്ടറിലൂടെ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പം കൊയിലാണ്ടിക്ക് പോകാം അല്ലേ? കഴിഞ്ഞ 26 വർഷമായി ഷീബയുടെ അടുത്തെത്തുന്നവർക്ക് സമയം തെറ്റാറില്ല. സമയം തെറ്റിക്കുന്ന വാച്ചുകൾക്ക് കൃത്യസമയം നൽകുന്നു ഇവർ. സ്വർണ്ണപ്പിടിയിൽ വള ഉണ്ടാക്കാൻ വന്നതാണ്. അന്നിപ്പോൾ ഒരു പറഞ്ഞ് വള സൈസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എത്തിക്കില്ല സാധനം, നിങ്ങൾ കുറച്ച് ഇവിടെ ഇരിക്കാൻ പറഞ്ഞ്. അങ്ങനെ അവിടെ ഇരുന്ന് അന്നിപ്പോൾ അശോകൻ്റെ ഭാര്യയുണ്ട് തൊട്ടടുത്ത ഷോപ്പിൽ, ഒരു എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ അശോകനെ കാണിച്ചു കൊടുത്ത് അങ്ങനെയാണ് ഞാനിവിടെ എത്തിപ്പെടുന്നത്. പിന്നെ അന്നേരം ഓരെന്ന് പറഞ്ഞ് ഇന്ന് തന്നെ ഇവിടെ നിന്നോ എനിക്ക് പിന്നെ ഞാൻ പണി എയിമാക്കി തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ വീട്ടിൽ ചോദിച്ചില്ല, അതുകൊണ്ട് ഒരു ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വന്നു. പിറ്റേ ദിവസം തൊട്ട് ഇവിടെ തുടങ്ങി വന്നതാണ്. സ്ത്രീകളധികം കടന്നുവരാത്ത മേഖലയാണ് വാച്ച് റിപ്പയറിംഗ്. ആദ്യമൊക്കെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ ഏതു വാച്ചും ഷീബ നന്നാക്കും. അല്പം ക്ഷമ വേണ്ട ജോലിയാണിത്. ഒന്ന് ശ്രദ്ധ മാറിയാൽ പിന്നെ പണി പാളും. സ്ത്രീകൾ വരാത്ത പൊതുവെ എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു ജോലിയാണ്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊരു സാധനം മിസ്സായാൽ ആ സാധനം തന്നെ വേണം. അത് ഒന്നില്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് കിട്ടുന്നവരെ തിരയുക. അന്നത്തെ ദിവസം ഭയങ്കര ടെൻഷനായിരിക്കും. സാധനം കിട്ടുന്നവരെ ഫുള്ളടിച്ച് വാരി മാഗ്നറ്റൊക്കെ വെച്ച് നോക്കിയിട്ടാണ് സാധനം തിരഞ്ഞെടുക്കുക. പിന്നെ ചിലർ വിചാരമുണ്ട് എന്ത് മിഷ്യൻ മാറ്റിക്കള, അതൊന്നും ചെയ്യാൻ പറ്റൂല. ഒരു കേസിൻ്റെ അകത്തുള്ള സാധനം ആ ഇതിൽ തന്നെ വിജയം വേണം. ഒരു റിങ് മാറിയാൽ വാച്ചിൻ്റെ അപാകത കാണാം. ഇതിനകം തന്നെ നിരവധി പേരെ വാച്ച് നന്നാക്കുന്നത് ഷീബ ചേച്ചി പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഷീബ ചേച്ചി പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ കടയിൽ തന്നെയുള്ള സുധ ചേച്ചി. നമുക്ക് സുധ ചേച്ചിയോട് തന്നെ ചോദിച്ചു നോക്കാം, എങ്ങനെയാണ് ഷീബ ചേച്ചി പഠിപ്പിച്ചത്? ആദ്യം ക്ലോക്ക് നന്നാക്കാൻ പഠിപ്പിച്ച്, പിന്നെ വാച്ചിൻ്റെ സൈഡ് വാറ് ഒക്കെ ഇടും, സ്ട്രാപ്പ് ഇടും. പിന്നെ പഠിപ്പിക്കുമ്പോൾ ചില ചീത്തയൊക്കെ പറയൂ, അപ്പം എനിക്ക് സങ്കടം വരും. അങ്ങനെ ഇപ്പം എത്ര വർഷമായി? 10 വർഷമാണ്, 10ാം വർഷമാണ്. ഇപ്പോൾ വാച്ചൊക്കെ നന്നാക്കാൻ പഠിച്ചോ? വാച്ച് ബാറ്ററി ഇടും, സ്ട്രാപ്പ് ഇടും, പിന്നെ സൈഡ് വാറൊക്കെ ഇടും. പിന്നെ ക്ലോക്കിനെ മിഷ്യൻ മാറ്റും. അതിൻ്റെ ഉള്ളിലെ മിഷ്യനൊന്നും പഠിച്ചിട്ടില്ല. അത് കണ്ണിന് ചെറിയ സാധനമല്ല, അതുകൊണ്ട് പിന്നെ. എങ്ങനെയാണ് പഠിപ്പിക്കുമ്പോൾ ഉള്ളൊരു അനുഭവം എങ്ങനെയാണ് നിങ്ങൾക്ക്? ചീത്ത പറഞ്ഞാൽ പഠിപ്പിക്കുക, പക്ഷെ അവർക്ക് ഭയങ്കര വിഷമം വരും. പിന്നെ എനിക്കറിയാം, പിന്നെ അങ്ങനെ പറഞ്ഞ് പഠിച്ചാലല്ലേ പിന്നെ റെഡിയായി വരുള്ളൂ. അതുകൊണ്ടാണ് കുറേ മിണ്ടാണ്ടൊക്കെ നിൽക്കും, അങ്ങ് ശരിയാവും. ഒരുപാട് പേരെ പഠിപ്പിച്ചോ? ആദ്യം എല്ലാവരും അങ്ങനെ തന്നെയാണ്. പിന്നെ ആദ്യം പഠിപ്പിക്കുന്ന സമയത്ത് ഇവരെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവരെ അടുത്ത് ഒരു കണ്ണുണ്ടാവും. പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആവാമല്ലോ. അതിനുവേണ്ടി ആദ്യം ഞാൻ കുറേ ശ്രമിക്കും, ഇവരെ ഒന്നിച്ച് ഞാൻ നടക്കുക. അങ്ങനെ നോക്കി 1991-93 കാലഘട്ടത്തിൽ ITIയിൽ നിന്ന് വാച്ച് ആൻഡ് ക്ലോക്ക് റിപ്പയർ കോഴ്സ് പൂർത്തിയായതാണ്. കൊയിലാണ്ടി ടൗണിലെ മുരളീധർ വാച്ച് വർക്സിൽ ജീവനക്കാരിയായത് 24ാം വയസ്സിൽ. ഇപ്പോൾ 50 വയസ്സ്. ഈ ജോലിയോട് ഒട്ടും മടുപ്പില്ല. കൂടുതൽ സ്ത്രീകൾ ഈ രംഗത്തേക്ക് വരണമെന്നും ഷീബ പറയുന്നു. അങ്ങനെ വാച്ച് നന്നാക്കി കിട്ടിയിട്ടുണ്ട്.
26 വർഷത്തെ പരിചയമാണ് ഈ വാച്ച് നന്നാക്കുന്നതിൽ ഷീബ ചേച്ചിക്കുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേരെ ഇതിനകം തന്നെ വാച്ച് എങ്ങനെ നന്നാക്കാം എന്നത് ഷീബ ചേച്ചി പഠിപ്പിച്ചിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് ഇതുപോലെ വാച്ച് നന്നാക്കി ജീവിതം സുഗമമായി പോകട്ടെ. മുനീഫ് തിരൂരിനും സുമേഷിനുമൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. യാദർച്ഛികമായി കടന്നു വന്ന മേഖലയിൽ കഴിവ് തെളിയിച്ച് അവിടെ പ്രഗത്ഭയായിരിക്കുകയാണ് ഷീബ ചേച്ചി. ഒരുപാട് പേർക്ക് ആ അറിവും ആ പരിചയസമ്പത്തും അവരിലേക്ക് കൂടി പകർന്നു നൽകുകയും ചെയ്യുന്നു. ഏതായാലും ഇനിയും കൂടുതൽ ആളുകളുടെ സമയം നന്നാക്കി, സമയം ശരിയാക്കി, നേരം ശരിയാക്കി ഷീബ ചേച്ചി മുന്നോട്ട് പോകട്ടെ.